ഇന്ന് തനി നാടൻ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മുഷി എന്ന് പറയുന്ന ഫിഷാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മുഷി എന്നാണ് പറയാറുള്ളത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പല പേരിൽ അറിയപ്പെടുന്നതാണിത്. നമ്മുടെ വീടിൻ്റെയൊക്കെ പരിസരത്ത് കുളമൊക്കെ ഇല്ലേ, അതിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഫിഷാണ്. നോർമൽ ഫിഷൊക്കെ തയ്യാറാക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇങ്ങനെയുള്ള ഫിഷൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് പെപ്പർ പൗഡർ ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എരിയും പുളിയൊക്കെ കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ എടുക്കുക. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാടൻ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യണം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും ആഡ് ചെയ്യുക. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കേണ്ടതാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറാണ്. അതിന് ഫ്ലെയിം ഓഫ് ആക്കുക. അതിന് ശേഷം മുളക് പൊടി ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. മുളക് പൊടി കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. കുരുമുളക് പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള ഫിഷിന് പെപ്പർ പൗഡർ കുറച്ച് കൂടുതൽ വേണം. 1.5 ടേബിൾ സ്പൂൺ ആണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കേണ്ടതാണ്. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഇനി നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. ഈ ഫിഷിൻ്റെ സ്കിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് വേണം കറി വെക്കാനായിട്ട്. കറിവേപ്പില ആഡ് ചെയ്യണം. ഇനി അതിലേക്ക് ഫിഷ് ആഡ് ചെയ്യുക. ഇനി ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കറിവേപ്പില കുറച്ചുകൂടി ആഡ് ചെയ്യേണ്ടതാണ്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നവരെ വേണം കുക്ക് ചെയ്യാനായിട്ട്. തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത്ര ഓയിൽ മുകളിൽ കാണുന്നത്. കറി ഇന്ന് തയ്യാറാക്കിയതിന് ശേഷം പിറ്റേന്ന് വേണം കഴിക്കാനായിട്ട്. അന്നേരം നല്ല ടേസ്റ്റാണ്. നമ്മൾ രാത്രി തയ്യാറാക്കി വെച്ചാൽ മതി. പിറ്റേന്ന് ഉച്ചക്കലത്തേക്കൊക്കെ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. ഓക്കേ.